ഹലോ. അപ്പം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചെമ്മീൻ റോസ്റ്റിനായിട്ട് ചട്ടി നന്നായിട്ട് ചൂടാവണം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ. ചട്ടി നന്നായി ചൂടാവട്ടെ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് മിക്സിയിലരച്ച് കൊടുക്കാം. അരച്ചതാണ്. ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ ഇതിനകത്തിട്ട് തുടങ്ങുന്നു. ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, എല്ലാം നമ്മൾ മിക്സിയിലിട്ട് അരച്ചതാണ്. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. എന്നിട്ട് സവാള ഒന്നുകൂടി വാടിയതിന് ശേഷം നമുക്കിട്ട് നോക്കാം. സവാള ഇപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. സവാള വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ സവാള നമുക്ക് മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മസാല നന്നായിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. മസാലയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. എന്നാലേ നന്നായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഹാഫ് ഫ്രൈ ചെമ്മീനാണ്, കുറച്ച് വറുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് വറുത്ത ചെമ്മീനാണ്. അതൊക്കെ നമുക്ക് ചട്ടിയിലോട്ടിട്ട് കൊടുക്കാം. വറുത്ത ചെമ്മീൻ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് വറുത്തത്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ നമ്മൾ ഉപ്പിട്ട് കൊടുക്കരുത്. ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയായി.